എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വട്ടയപ്പമാണ്. അതിൻ്റെ റെസിപ്പിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരവിയതുണ്ട്, അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് 1 ഗ്ലാസ്, പാകത്തിന് ഉപ്പും ഇടാം, 3 ഏലക്കായും കൂടെ ചേർത്ത് നമുക്കത് മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ അരിപ്പൊടിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ അളവിനെടുത്തിട്ട് കപ്പി കാച്ചണം. കപ്പി കാച്ചി തണുക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് തണുത്ത് വരുമ്പോഴേക്ക് തേങ്ങ മിക്സിയിലിട്ടെന്ന് അരച്ചെടുക്കാം. അതിനോടൊപ്പം ഏലക്കായ ഒരു 3 എണ്ണം പൊളിച്ചിടാം, ഉപ്പിടാം, ഈസ്റ്റും ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കപ്പി കാച്ചി ആ മാവിനെ എടുത്തിട്ട് ഈ മിക്സിയിലോട്ട് ചേർക്കാം. മധുരത്തിന് വേണ്ടി നമുക്ക് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സിനകത്തേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. 4 മണിക്കൂർ ഇത് പുളിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 4 മണിക്ക് ഇന്ന് ഈ ചേരുവകളെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചത് എടുത്ത് നമുക്ക് ഇപ്പോൾ അപ്പം ഉണ്ടാക്കാം. വട്ടയപ്പത്തിൻ്റെ മാവ് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് തവി കൊണ്ട് ഒന്ന് ഇളക്കിയതാണ്. അപ്പോൾ ഒരു ട്രിപ്പ് പ്ലേറ്റിൽ ഒഴിച്ചിട്ടും വയ്ക്കും, ഒരു ട്രിപ്പിൽ ഞാൻ ഇഡ്ഡലിത്തട്ടിലാണ് ഒഴിക്കുന്നത്. പ്ലേറ്റിൽ നെയ്യ് വരക്കി ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചും നമുക്ക് എങ്ങനെ സൗകര്യപ്രദമായ നമുക്കുള്ള സൗകര്യം അനുസരിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്, അതായിക്കൊണ്ടിരിക്കുന്നു. അതാ അവിടെ ഇനി വട്ടയപ്പം പ്ലേറ്റിലുള്ളതായി ഞാൻ എടുത്തു, മുറിച്ചിട്ടുണ്ട്, ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചതുണ്ട്, അത് ആവിയിൽ വെന്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ കാണും, ഒന്നുകൂടെ നന്നാവാനുണ്ട്. ഇഡ്ഡലിത്തട്ടിൽ വെച്ച വട്ടയപ്പം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പ്ലേറ്റിൽ ഞാൻ വെച്ചതിനേക്കാളും നന്നായിട്ടുള്ളത് ഇഡ്ഡലിത്തട്ടിൽ വെച്ചതാണ്. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്ലേറ്റിൽ തന്നെ വട്ടത്തിൽ ഒഴിക്കണമെന്നില്ല, ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ഉണ്ടാക്കാം. എക്സ്പീരിയൻസ് ആവട്ടെ, എന്നിട്ട് പിന്നെ പ്ലേറ്റിലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് കാണുകയാണെങ്കിൽ നെഗറ്റീവ് ആയിക്കോട്ടെ, കമൻറ്റ് ഇടണം കേട്ടോ. എന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഡ്ഡലിത്തട്ടിൽ ആവിയിൽ പുഴുങ്ങിയെടുത്ത വട്ടയപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്നാലും വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂടെ എന്നെയും കൂടെ കൂട്ടുക. അപ്പോൾ നാളെ പുതുവർഷമാണ്. ഇന്നത്തെ രാത്രി ഇവിടുത്തെ 12 മണിയോടുകൂടി നമ്മൾ 2024 തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം, നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.